ഷാർജയിൽ മലയാളി യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. മരണത്തിന് മുമ്പ് യുവതി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. തന്നെ ചവിട്ടിക്കൂട്ടിയെന്നും സഹിക്കാൻ കഴിയുന്നില്ലെന്നും പറയുന്ന സന്ദേശം കൈരളി ന്യൂസ് പുറത്തുവിട്ടു. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ലെന്നും സന്ദേശത്തിലുണ്ട്. അതിനിടെ യുവതിയുടെ അമ്മയുടെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തു. നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ് ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല, സൂസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ഗൾഫിൽ നിന്ന് ജമാലുദ്ദീനും കൊല്ലത്ത് നിന്ന് രാജ്കുമാറും നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം ജമാലുദ്ദീനിലേക്ക് ഗൾഫിലെ വിവരങ്ങളുമായി. ജമാലുദ്ദീൻ, എന്തൊക്കെയാണ് ഷാർജയിൽ ഇത്തരത്തിൽ ഒരു നടപടി? കാരണം ദൃശ്യങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് അവിടുത്തെ നിയമ നടപടിയുടെ പ്രസക്തികൾ? എന്താണ് അവിടുത്തെ വിവരങ്ങൾ? അജംഷാദ്, ഷാർജയിൽ നിയമ നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ബന്ധുക്കളുടെ തീരുമാനം. നിലവിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടില്ല, പക്ഷെ ഇന്ന് ഇത് സംബന്ധിച്ച നടപടികൾ ഉണ്ടാകും. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു സഹായം ബന്ധുക്കൾ ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട്. നേരത്തെ സതീഷിനെതിരെ അതിന്റെ പരാതി നൽകിയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ നേരത്തെ ഇവിടെ ഷാർജയിലോ ദുബായിലോ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷെ പരാതി നൽകാനുള്ള നീക്കം അന്ന് നടത്തിയിരുന്നു. ചില കാര്യങ്ങൾ കൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല. കാരണം സതീഷിന്റെ ജോലിയെ ബാധിക്കും, അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് സതീഷിനെതിരെ അന്ന് പരാതി നൽകിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പരാതി നൽകാൻ തന്നെയാണ് ഈ സാഹചര്യത്തിൽ പരാതി നൽകാൻ തന്നെയാണ് തീരുമാനം. അതിന് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സഹായം തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹായം കൂടി തേടിക്കൊണ്ട് സതീഷിനെതിരെ ഇവിടെ ശക്തമായ രീതിയിൽ പരാതി നൽകാനും ശിക്ഷാ നടപടികളുമായി അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ബന്ധുക്കളുടെ തീരുമാനം. അതുല്യയുടെ സഹോദരി അഖില ഷാർജയിലുണ്ട്. അവർ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷെ ഇത് സംബന്ധിച്ച പ്രതികരണം അല്പസമയത്തിനകം ലഭ്യമാകും എന്നാണ് കരുതുന്നത്. മറ്റു നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ അല്ലെങ്കിൽ ഫോറൻസിക് നടപടികളൊക്കെ തന്നെയും പൂർത്തിയാകുന്നുണ്ട്. പരാതി കിട്ടുന്ന പുറകെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന്, ആത്മഹത്യ എന്ന നിലയിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ അത് ബന്ധുക്കളെ പരാതി കൂടി കിട്ടിയാൽ കേസ് അല്ലെങ്കിൽ നടപടികൾ വേറെ തലത്തിലേക്ക് മാറും. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്തരം നടപടികൾക്ക് സാധ്യതയില്ല. നാളെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കും. ഒന്നോ രണ്ടോ ദിവസത്തിനകം നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ സാധിക്കും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പരാതി നൽകുക എന്നാണ്. നാട്ടിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഷാർജയിൽ ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ പരാതി നൽകണം. എങ്കിൽ മാത്രമാണ് പോലീസിന് അതുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. മാത്രമല്ല, ഡിജിറ്റൽ തെളിവുകൾ ഉള്ളത് കൊണ്ട് ഈ പരാതി കുറച്ചുകൂടെ ശക്തമാകും, അല്ലെങ്കിൽ അത്തരത്തിൽ നടപടികൾ എടുക്കാൻ കഴിയും എന്നാണ് ബന്ധുക്കളുടെ തന്നെയും ഒരു വിശ്വാസം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാർജയിൽ നേരത്തെ കഴിഞ്ഞ ജൂലൈ 8-നാണ് വിഭജിക, നമ്മൾ നേരത്തെ കേട്ടതുള്ള വിഭജികയും വൈഭവിയും മരിച്ചത്. അതിന്റെ ഒരു ആഘാതം മാറുന്നതിന് മുമ്പാണ് മറ്റൊരു ആത്മഹത്യ കൂടി പ്രവാസ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഏറെ ആശങ്കയോടെയാണ് അല്ലെങ്കിൽ ഞെട്ടലോടെയാണ് ഈ പ്രവാസ ലോകത്തെ മലയാളികളൊക്കെയും ഇത് കേൾക്കുന്നത്. കാരണം ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നത് ഏറെ ആശങ്ക ഉളവാക്കുന്നതാണ്. അരക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് പലരും കൂട്ടില്ലാതെയാണ് ഇവിടെയൊക്കെ തന്നെയും ആളുകൾ താമസിക്കുന്നത്. കുടുംബമായി താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയായി, ചെറിയ കുടുംബമായി മാത്രം ഒതുങ്ങിക്കേണ്ടുന്ന ആളുകളാണ്. അവിടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ആത്മഹത്യ തെരഞ്ഞെടുക്കുക എന്നതൊരു മാർഗമല്ല എന്ന് തന്നെയാണ് പ്രവാസി മലയാളികൾ പറയുന്നത്. അവരുടെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ മറ്റു തീർച്ചയായും അവർക്ക് അത്തരം ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും അന്യനാടാണ്.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട ആശ്വാസം നൽകേണ്ടതുണ്ട്. മലയാളി സമൂഹം അത് ഉറപ്പാക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രീ ജമാലുദ്ദീൻ സൂചിപ്പിക്കുകയും ചെയ്തു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അവർ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയല്ല വേണ്ടത്, നിയമപരമായി ഫൈറ്റ് ചെയ്യാനും മറ്റ് കൗൺസിലിംഗ് അടക്കം മാനസികമായ ആശ്വാസങ്ങൾക്കുള്ള നിരവധി സാധ്യതകൾ ഗൾഫിലുണ്ട്, അത് ഉപയോഗിക്കണം എന്നത് കൂടിയാണ്. പക്ഷേ ഈ കേസിലേക്ക് തന്നെ തിരികെ എത്തിയാൽ, ഈ അതുല്യയുടെ കാര്യത്തിൽ ക്രൂരമായ പീഡനം, ആ മുറിയിൽ ഒരാൾ മദ്യപിച്ച്, ഭർത്താവെന്ന ആൾ മദ്യപിച്ച് ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നു, തുടരെ പീഡിപ്പിക്കുന്നു, ഉറങ്ങാൻ അനുവദിക്കുന്നില്ല, കട്ടിൽ നിന്നും തള്ളി താഴെയിടുന്നു, അടിവയറിനടക്കം ചവിട്ടുന്നു. അങ്ങനെയുള്ള ശബ്ദ സന്ദേശങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലം അവിടെ ഉണ്ട്. അത് ഏത് തരത്തിലാണ് അതിനെ അതിജീവിക്കാനായെന്നുള്ളതാണ്. ഇതിനെന്തൊക്കെ തരത്തിലുള്ള നിയമപരമായ സാധ്യതകളാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ളത്? കാരണം ഈ വിക്ടിമായ ആൾ മരിച്ചല്ലോ. അജംഷാദ്, ഇവിടുത്തെ നിയമം അനുസരിച്ച് ആത്മഹത്യ കേസ് മാത്രമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ വിഭജിയുടെ ഒരു കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഇവിടെ പക്ഷേ ഈ വീഡിയോ റെക്കോർഡുകളൊക്കെ ഒരു ഡിജിറ്റൽ തെളിവായി സ്വീകരിക്കുന്ന രീതി UAE സംബന്ധിച്ചില്ലേ, ഷാർജയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും? തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞത്. വിഭജിയുടെ കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളോ അല്ലെങ്കിൽ മറ്റു തെളിവുകളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ കാര്യത്തിൽ ആണെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാണ്. പക്ഷെ നേരത്തെ ഒരു പരാതി കൊടുക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നറിയുന്നു. പക്ഷെ ആ പരാതി കൊടുത്തിട്ടിരുന്നില്ല. ആ പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് കുറെ കൂടി ശക്തമായി യാതൊരു തരത്തിലുള്ള നിയമ സംവിധാനങ്ങളിൽ തന്നെ കൃത്യമായി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോ ഈ ഡിജിറ്റൽ തെളിവുകൾ വെച്ച് കേസ് ശക്തമായി കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ അംബാസിഡർ സഹായത്തോടു കൂടി നടത്താൻ ബന്ധുക്കൾ ഉദ്ദേശിക്കുന്നത്. അത് എന്തുമാത്രം അതിന് നിയമ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം നൽകിയാൽ ശക്തമായി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു പ്രതിക്ക് ഈ മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ, ഇനി ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മാതൃകാപരമായ നടപടികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ അത്തരത്തിൽ നടപടികൾ ഉണ്ടാകാനുള്ള സംവിധാനങ്ങൾക്ക് ഒരു നേതൃത്വം കൊടുക്കുക എന്നൊക്കെ തന്നെയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനും മറ്റ് സാമൂഹ്യ സംഘടനകളൊക്കെ ആലോചിക്കുന്നത്. ഏതായാലും സാമൂഹ്യ സംഘടനകളുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെ ഇന്ത്യൻ അസോസിയേഷന്റെ ഒക്കെ ഒരു സഹായം ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉൾപ്പെടെ ഇക്കാര്യത്തിലുണ്ടാകും. നേരത്തെ വിഭജന കാര്യത്തിലും ഇന്ത്യൻ കോൺസുലേറ്റ് കഴിയാവുന്ന തരത്തിലൊക്കെ ഇടപെട്ടിരുന്നു. ഏതായാലും ബന്ധുക്കൾ ഇവിടെ പരാതി നൽകിയാൽ അതുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഡിജിറ്റൽ തെളിവുകൾ ഏറെ ശക്തമാണ്. ഈ നിരന്തരമായി പീഡിപ്പിക്കുന്ന ഭർത്താവ് നിരന്തരമായി ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അവർ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഷെയർ ചെയ്തിരുന്നു എന്നത് ഏറെ പ്രധാനമാണ്. അത് ഈ കേസിനെ കുറെ കൂടി ശക്തിപ്പെടുത്തും. അജിംഷാദ്, തീർച്ചയായും ജമാലുദ്ദീനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തീർച്ചയായും നിയമ നടപടികളിലേക്ക് തന്നെ പോകുന്നതിലേക്കാണ് അവിടെ പോകുന്നത്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം തെളിവുകളായുള്ള സാഹചര്യത്തിൽ നിലവിൽ ആത്മഹത്യയുടെ സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഡിജിറ്റൽ തെളിവുകളുടെ സാധ്യതകൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇനി ജമാലുദ്ദീൻ, ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള മൃതദേഹത്തിൻ്റെ നാട്ടിലേക്കുള്ള എത്തിക്കൽ, അത് എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനി ബാക്കിയുള്ളത് ജമാലുദ്ദീൻ? മൃതദേഹം അതിരുടെ മൃതദേഹം ഇപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലാണ് ഉള്ളത്. ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് മറ്റു നടപടികൾ തന്നെ സാധ്യമല്ല. പക്ഷെ നാളെയും മറ്റന്നാളുമായി പോസ്റ്റ്മോർട്ടം നടപടികൾ ഒക്കെ തന്നെ പൂർത്തിയാകും. 2-3 ദിവസത്തിനകം തന്നെ ഇത് ഈ കേസുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ചെറിയൊരു താമസം കൂടി ഉണ്ടാകും. എങ്കിൽ പോലും 2-3 ദിവസത്തിനകം തന്നെ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിയും. ബന്ധുക്കൾ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. അതല്ലെങ്കിൽ ഇവിടെ തന്നെ സംസ്കരിക്കാനുള്ള നടപടികളായിരിക്കും എടുക്കുക. ഏതായാലും 2-3 ദിവസത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കും.